തെറ്റാണ് അച്ഛൻ. ഞാൻ അച്ഛനോട് ചെയ്ത ദ്രോഹത്തിനെങ്കിലും എനിക്ക് മാപ്പ് തരണം. നിധി, എന്താ വലിയ തിങ്കിങ് മൂഡിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ആകെ കൺഫ്യൂസ്ഡ് ആണല്ലേ? സത്യം പറഞ്ഞ ഞാനും നിന്റെ അതേ പ്രശ്നത്തിലാണ്. ശിവാനിയുടെ പ്രവൃത്തികളൊക്കെ സത്യമാണോ അതോ അഭിനയമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അത് തന്നെയാണ് ഗൗതം ഞാനും ആലോചിക്കുന്നത്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാ നമ്മള്. ആത്മഹത്യാ നാടകം കളിച്ച് ശരിക്കും അവള് നമ്മളെ പറ്റിച്ചു. അങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ശിവാനി ഒറ്റ ഒരുത്തിയായിരുന്നു. എന്നിട്ടും അവൾക്ക് വേണ്ടി ഈശ്വരമംഗലത്ത് നമുക്ക് വാദിക്കേണ്ടി വന്നു. അത് ശിവാനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. നമ്മളൊരു കുടുക്കിൽ പെട്ടുപോയി. അവള് പോലീസിൽ നിനക്കെതിരെ മൊഴി കൊടുക്കരുത്, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു, അത്രേ ഉള്ളൂ. അവിടെയാണ് എന്റെ കൺഫ്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും ശിവാനി എനിക്കെതിരെ മൊഴി കൊടുക്കാതിരുന്നത്? ഒരുപക്ഷെ അവള് മരണം മുഖാമുഖം കണ്ടപ്പോഴെങ്കിലും മാനസാന്തരപ്പെട്ട് കാണുമോ? ഏയ്, അതിനൊരു സാധ്യതയില്ല. എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കയറാൻ ഒരു വഴി. അതിന് നിന്നെ പ്രീതിപ്പെടുത്താമെന്ന് കരുതി കാണും. ഗൗതം പറഞ്ഞത് ശരിയാ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ഈശ്വരമംഗലത്തേക്ക് തിരികെ വരിക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പോ ആ ഉദ്ദേശം നടക്കില്ല എന്നായല്ലോ. ശിവാനിയുടെ പഴയ സ്വഭാവം വെച്ച് നോക്കിയാ ഉദ്ദേശിച്ച കാര്യം പരാജയപ്പെട്ടാൽ അപ്പൊ അവളുടെ തനി നിറം പുറത്തു വരേണ്ടതല്ലേ? അതും ശരിയാണ്. ഈശ്വരമംഗലത്ത് അത്രയും എതിർപ്പുകൾ ഉണ്ടായപ്പോ ശിവാനി തന്നെയല്ലേ തിരിച്ചു പൊയ്ക്കോളാന്ന് പറഞ്ഞത്? ഒരുപക്ഷെ ഇനി ശിവാനിയുടെ മനസ്സ് മാറിക്കാണോ? ഏയ്, അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്തിനും മടിക്കാത്തവളവള്. എന്റെ വേറൊരു സംശയം, ആ കാർ ആക്സിഡന്റിലാണ് കൃത്യം നമ്മുടെ കാറിന് മുൻപിൽ തന്നെ അവൾ എങ്ങനെ വന്ന് ചാടി? അതില് എന്തെങ്കിലും പ്ലാനിങ് കാണുമോ? ഇനിയിപ്പോ അത് അവളുടെ പ്ലാനിങ് ആണെന്ന് തന്നെ വെച്ചോ. പക്ഷേ ജീവന് തന്നെ അപകടം വരുന്ന വിധത്തില് അവള് വന്ന് കാറിന്റെ മുമ്പിൽ വീണു തരുമോ? സത്യം പറഞ്ഞ ശിവാനിയുടെ ക്യാരക്ടർ അങ്ങോട്ട് പിടികിട്ടുന്നേയില്ല. അവള് നന്നായ അവൾക്ക് കൊള്ളാം, അല്ലാതെ എന്തു പറയാനാ? ഇനിയെങ്കിലും അവളൊന്ന് മാറിയാ മതിയായിരുന്നു. അമ്മാവന്റെ വിഷമം എനിക്ക് ഇനിയും കാണാൻ വയ്യ.